കഠിനംകുളത്തെ കേസ്. കഠിനംകുളത്ത് കേരള പോലീസിന് വലിയ രീതിയിൽ തല്ലുകിട്ടി. പക്ഷേ കേരള പോലീസിന് ഈ തല്ല് കിട്ടിയിട്ട് കേരളം അത് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മുടെ ABC മലയാളം ന്യൂസിലൂടെയാണ്. ശ്യാം അവിടെ പോയിരുന്നു, അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം കഠിനംകുളത്ത് കേരള പോലീസിന് അവിടെ തല്ല് കിട്ടിയ ശേഷം കേരള പോലീസ് തിരിച്ചടിച്ചില്ല. വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി അവിടെ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇപ്പോഴതിന്റെ ഫോളോ അപ്പ് എന്താണ്? ധനുഷ് പറഞ്ഞ പോലെ തന്നെ ഈ കേരള പോലീസിന്റെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് കിട്ടിയാൽ അവർ തിരിച്ചടിക്കും. അതെ അതെ, അത് ഏത് വിധേനയാണെങ്കിലും കൊടുക്കും, തിരിച്ചു കൊടുക്കും. പോലീസിന്റെ ഒരു സ്വഭാവം അതാണ്. പോലീസിനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിച്ചിരിക്കും പോലീസ്. അതിന് SFIക്കാരാണെങ്കിലും, ഇപ്പോൾ പാർട്ടി ഭരിക്കുമ്പോൾ SFI ആണെങ്കിലും DYFI ആണെങ്കിലും വരെ പാർട്ടി CPM ആണെങ്കിൽ പോലും പോലീസ് കൈകാര്യം ചെയ്യും, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അത് ഓപ്പറേറ്റ് ചെയ്യും പോലീസ്. അത് വേറെ രീതിയിൽ കൊണ്ടുപോകും പോലീസ്. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പണി. പക്ഷെ കഠിനംകുളത്ത് പോലീസ് അനങ്ങിയില്ല, പോലീസിന് പറ്റുന്നില്ല. അടി നല്ല രീതിയിൽ മേടിച്ചു പോലീസ് അവിടെ. ഇക്കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിൽ കഠിനംകുളത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി വന്നു. പുതുക്കുറിച്ചിയിൽ 2 യുവാക്കൾ ആയുധങ്ങളുമായിട്ട് അഴിഞ്ഞാടുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിളി വന്നു. നബിനും കൈഫും. ഇവര് പോലീസ് 4 പേരെ ഇറങ്ങി തിരിച്ചു. പുതുക്കുറിച്ചി നമ്മൾ വിചാരിക്കുന്ന സ്ഥലമല്ല, ഇതൊരു വലിയ ബെൽറ്റാണ് അവിടെ. ഒരു തേനീച്ചക്കൂട്ടിൽ പോയി തൊടുന്ന രീതിയാണ് പുതുക്കുറിച്ചി. വളരെ സൂക്ഷിച്ച് മാത്രമേ പുതുക്കുറിച്ചി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് ഇത് മനസ്സിലാക്കാതെ ചെന്ന് ഇറങ്ങി കൊടുത്തു. ഇവന്മാരെ 2 പിടിച്ചു, വിലം കിട്ടും, ഹാൻഡ്കഫ് ഇട്ട് ജീപ്പിൽ കയറ്റാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും പോലീസ് മനസ്സിലാക്കുന്നത് എന്താണെന്നുള്ള ഈ ഇവരുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ സ്പോട്ടിലാണ് ആളിളകി വടിയുമായിട്ടും പിന്നെ ആയുധങ്ങളുമായും സ്ത്രീകളടക്കം ഇറങ്ങി. അപ്പോഴാണ് പോലീസിന് മനസ്സിലാക്കുന്നത്. നമ്മളെന്താ പറയുക, ഒരു സിനിമയിലൊക്കെ കാണുന്ന രംഗങ്ങളായിരുന്നു പിന്നീടുണ്ടായ നിമിഷങ്ങൾ. അതിൽ 7 മണിക്ക് ശേഷം ഒരു പോലീസ് ജീപ്പ് തടഞ്ഞിട്ടു. 4 പോലീസുകാരെ അവിടെ ബന്ദികളാക്കി. ഈ 4 പോലീസുകാരിൽ ഒരാളെ കൊണ്ട് ഇട്ട വിലങ്ങ് അഴിപ്പിച്ചു. ഈ വിലങ്ങ് ഇവന്മാർ എടുത്തോണ്ട് പോയി. അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഇതിന്റെ ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോലീസുകാരെ ഇവരെ അടിച്ചിട്ട് പോലീസുകാർക്ക് പിന്നീട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ആശുപത്രിയിലായി. അതെ, ചിറങ്ങി ആശുപത്രിയിലായി. ഈ 4 പേരെ പോലീസ് തന്നെ ആറ്റിങ്ങൽ DYSP എത്തിയാണ് ഇവരെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നത്. ആറ്റിങ്ങൽ DYSP നേരിട്ട് അദ്ദേഹം ഈ സ്ഥലം അറിഞ്ഞ് അദ്ദേഹം പാഞ്ഞെത്തി അവിടെ. അദ്ദേഹം വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം വന്ന് ഈ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മോചിപ്പിച്ചു. തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പോലീസ്. രാത്രി തിരിച്ചടിക്കും പോലീസ്. പോലീസിന്റെ സ്വഭാവമാണ്. ഭീമാപ്പള്ളിയിലൊക്കെ കയറി അടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ കയറി അടിച്ചിട്ടുണ്ട്. അതെ, പോലീസ് കയറി നിരങ്ങിയതാണ് അവരൊക്കെ, അടിച്ചൊതുക്കിയതാണ് പോലീസ്. ആ പോലീസ് തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണ വിഭാഗത്തിലെ വലിയൊരു നേതാവ് കയറി ഇടപെട്ടു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വിളി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളികളുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ പിള്ളേരെ തിരിച്ചയച്ചു. ക്യാമ്പിൽ നിന്ന് പിള്ളേരിറങ്ങി, ആമുണ്ട് ബറ്റാലിയന്റെ പിള്ളേരിറങ്ങി. അവന്മാർ അടിച്ചു നേരത്തെ അവന്മാർക്ക് പിന്നെ മുന്നിൽ നിൽക്കുന്നതൊന്നുമില്ല. നമ്മളെ സെക്രട്ടറിന്റെ ഫ്രണ്ടിലൊക്കെ കാണുന്നതാണ്. അവർക്ക് നേതാവും ഇല്ല, ഒന്നുമില്ല, നേതാവും ഇല്ല, സംസ്ഥാന സെക്രട്ടറിന്നോ സ്റ്റേറ്റ് സെക്രട്ടറിന്നോ ജില്ലാ സെക്രട്ടറിന്നൊന്നും അവർക്കൊരു പരിപാടിയില്ല. MLA ഒന്നുമില്ല. കിട്ടുന്നവനെ അവന്മാർ പൂശും. കിട്ടുന്നവനെ അവന്മാർക്കിട്ട് അടിക്കാൻ തിരിച്ചങ്ങോട്ട് ചെന്ന് നോക്ക്. അപ്പൊ അവന്മാര് വളരെ വിൽ പവർ ഉള്ളവരാണ്. അവരുടെ ഈ പറയുന്ന ബാരിക്കേഡിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ബാരിക്കേഡ് കുലുക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കമാൻഡന്റ്. അവിടെ നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന കമാൻഡന്റ് ഒരു വാക്ക് പറഞ്ഞ അടുത്ത സ്പോട്ടി അടി തുടങ്ങും. അത് CPM ആണെങ്കിലും അടിക്കും, ആരാണെങ്കിലും അവൻ നിരത്തും. കാര്യം ഇവന്മാർക്ക് ഐഡന്റിഫിക്കേഷൻ ഇല്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇവന്മാരെ. ഇവന്മാർ ഇട്ടിരിക്കുന്ന യൂണിഫോം, അതുപോലെ തന്നെ ഇവന്മാരുടെ ഹെൽമെറ്റ്, ജാക്കറ്റ് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഇവന്മാർ ആരാണെന്ന് തിരിച്ചു പണിയാൻ പറ്റില്ല. മാത്രമല്ല പിള്ളേരാ, ചെറുക്കന്മാരാ, പുതിയ പയ്യന്മാരാ. യവന്മാരുടെ കൈ കിട്ടി എടുത്തിട്ട് പൂശുവന്മാർ നിരത്തും. അതിനുവേണ്ടി രാത്രി പിള്ളേരെ ഇറക്കി. പിള്ളേര് ആംബു ബറ്റാലിയന്റെ വണ്ടികൾ ഈ പുതുക്കുറിച്ചിയിലെത്തി. കണ്ണംകുളം സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി, വാനുകളെത്തി. പിള്ളേർ അവിടെ വന്നു. അപ്പോഴാണ് ഈ വിളി വരുന്നത്. വേറെ എവിടാണെങ്കിലും ഇത് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ തിരിച്ചടിച്ചു എന്ന് പറയുന്നത് അടിച്ച ആൾക്കാർ CPM ആണെങ്കിൽ അടി കിട്ടും, തിരിച്ചു കിട്ടും. CPM ആണെങ്കിലും അടിക്കും പോലീസ്. പക്ഷേ ഇത് വലിയ രീതിയിൽ വലിയ മാറ്റം. എന്തുകൊണ്ടാണ് പുതുക്കുറിച്ചിയില് മാത്രം പോലീസ് പുതുക്കുറിച്ചിക്കുള്ള പ്രത്യേകത എന്താണ്? പുതുക്കുറിച്ചി ഒരു തീരദേശ ഏരിയയാണ്. പണ്ടും കിട്ടിയിട്ടുണ്ട് പോലീസിന് അവിടെ അടി. പണ്ടും കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ എന്തുകൊണ്ട് ധനുഷ് ചോദിച്ച ഒരു ചോദ്യം, നമ്മൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ ഒരു മാധ്യമം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവർക്ക് എന്താണ് പേടിയാണ്? അല്ല, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിന് നടുക്കുന്ന ഒരു വിഷയമാണ്. കേരള പോലീസിന്റെ ആത്മവീര്യം ചോർത്തിക്കളഞ്ഞ, കേരളത്തിന് നടുക്കുന്ന, കേരള പോലീസിന് തിരിച്ചൊന്നും ചെയ്യാതെ നാണം കെട്ട് നിൽക്കുന്ന കേരള പോലീസിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അത് കേരളത്തിനെ അറിയിക്കാതെ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. പൂഴ്ത്തി വെച്ചു എന്നല്ല, ഒരു റിപ്പോർട്ടർ അതൊരു വാർത്തയല്ല എന്ന് എന്തുകൊണ്ട് തോന്നുന്നു? ഇതൊരു വാർത്തയല്ലേ? കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്.
കേരളത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇത് രാജ്യം മുഴുവൻ തരംഗമാവേണ്ട ഒരു വാർത്തയാണ്. കാരണം ഒരു ഭരണ സംവിധാനത്തെ നയിക്കേണ്ട പോലീസിനെ അടിച്ച് അവരെ ആശുപത്രിയിലാക്കി, പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോയി, വിലങ്ങെടുത്തു കൊണ്ടുപോയി, ആമഡ് ബറ്റാലിയൻ വന്നപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ ശേഷം കേരള പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിന്റെ ഫോളോ അപ്പ്? ഇപ്പൊ നിലവിൽ ഈ കേസ് എവിടെയാണ് നിൽക്കുന്നത്? 2 ദിവസം, അതായത് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് ദിനത്തിലാണ്. ഇങ്ങനൊരു സംഭവം സംസ്ഥാനത്തുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമവും പറഞ്ഞു കാണില്ലല്ലേ എന്നായിരുന്നു എന്റെ ചോദ്യം. ഒരു മാധ്യമവും പറഞ്ഞു കാണില്ലല്ലേ കേരള പോലീസിനെ സുഡാപ്പികൾ പഞ്ഞി കിട്ടും എന്നാണ് ഞാൻ എഴുതി വെച്ചത്. ആ ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ 1-ാം തീയതി വൈകിട്ട് തന്നെ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇത് പറഞ്ഞത്. കഠിനംകുളം സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ 4 ഉദ്യോഗസ്ഥർ ഇന്ന് അവധിയിലാണ്. ആരാണ് 4 ഉദ്യോഗസ്ഥർ? നാണക്കേടാണ്, പറയില്ല. അവർക്ക് നാണക്കേടാണ്, പേര് പറയുന്ന അവർക്ക് നാണക്കേടാണ്. കാര്യം അവർ ആത്മവീര്യം, അവർ ആത്മവിശ്വാസത്തിൽ തകർന്നു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ പേര് നമ്മൾ പറയാൻ പാടില്ല, കാരണം അടിമേടിച്ചവരാണ്. അവർക്ക് തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് ഇവിടുത്തെ ഭരണ വിഭാഗത്തിലുള്ള ഒരു നേതാവ് വിചാരിച്ചപ്പോൾ കേരള പോലീസിന് അനങ്ങാൻ പറ്റുന്ന ഒരു വിഭാഗത്തിനെതിരെ ജാഫർ, അലി, അടിച്ചവന്മാരുടെ പേര് പോലീസിന് അറിയാം. ഇവന്മാരെ എടുക്കാൻ പറ്റുന്നില്ല പോലീസിന്. പക്ഷേ ഈ നബിനെയും കൽസിനെയും പിടികൂടിയതല്ല, കീഴടങ്ങി പോലീസിന്റെ കയ്യിൽ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്ത 2 പേര് എത്തിയിട്ടുണ്ട്. നമ്മളിത് കണ്ണൂരൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട്. കണ്ണൂരൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ, കതിരൂർ മനോജിനെ കൊന്ന സമയത്ത് ഇങ്ങനൊരു ഏർപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതികളെ കൊടുക്കുമായിരുന്നു. ഇത് അവരാണ് പ്രതികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഈ ഒരു ഏർപ്പാടാണ് കഠിനംകുളത്ത് സംഭവിച്ചത്. അല്ല, 2 പ്രതികളെ പിടിച്ചാൽ പോലല്ലോ, 50 പേർക്ക് കേസ് എടുത്തു. 50-ലധികം 50-ലധികം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പോലീസിന് ഇതുവരെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു പോകും. വേറെ ആർക്കെതിരെ തൊട്ടാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമ്മൾ പോലീസിനെ തൊട്ടാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പോലീസിനെ കാക്കയെ തൊട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആരും ആയിക്കോട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി കോളേജിന് അകത്ത് കയറാൻ പോലീസ് റെഡി ആയിട്ടുണ്ട്, അറിയില്ലേ? പാർട്ടി ഓഫീസിൽ കയറിയിട്ടുണ്ട് എടുത്ത പോലീസ്. ചൈത്ര തെരേസ ജോൺ ഇരിക്കുന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ കയറി, പാർട്ടി ഓഫീസിൽ തൂക്കാൻ കയറി, പോലീസ് അതിനകത്ത് കയറി. പിന്നീട് ചൈത്രയെ സ്ഥലം മാറ്റി. പക്ഷെ പോലീസ് കയറി ചൈത്ര ഇറങ്ങി നിന്നു. ചൈത്രയുടെ ഫ്രണ്ടിൽ ഇറങ്ങി കയറാൻ പറഞ്ഞു പോലീസ്. അന്യായ ആംബിയർ. ഒരു ലേഡി, ഒരു പെൺകുട്ടിയാണ്. നമ്മളെയൊക്കെ കാര്യം ചെറിയ കുട്ടിയാണ്. നമ്മളെയൊക്കെ ചെറിയ കുട്ടിയാണ്. പിന്നീട് ആരോപണങ്ങൾ കൂടെ വന്നു. CPM ചൈത്ര ഒരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞു. അവര് പിന്നെ ATS-ലാണ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലേക്ക് അവർ മാറി. അതുപോലെ പോലീസ് കയറിയിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറിയിട്ടുണ്ട്. CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് കയറി പരിശോധിച്ചു, റെയ്ഡ് നടത്തി. ഇവിടെ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല ഇത്രയും ആംബിയറുള്ള പോലീസ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാർ ഇടപെട്ടു എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇവർ ഈ രാഷ്ട്രീയക്കാരന്റെ പേര് പറയാത്തത്? എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നത്? കാരണം ആ സ്ഥലത്തിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ഭയങ്കര ബെൽറ്റാണ് ധനുഷ്, ഇത് വലിയൊരു ബെൽറ്റാണ്. ഒന്ന്, ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇത് ആറ്റിങ്ങൽ മണ്ഡലം, ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. ഇവര് വിചാരിച്ച എന്തും നടക്കും ഇവിടെ. ഈ തീരദേശത്തൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റം അതാണ്. CSI സഭ ഇത് തിരിച്ചറിയുന്നുണ്ട്. CSI സഭ അവിടുത്തെ ഒരു വലിയൊരു ബെൽറ്റ് ആണല്ലോ. അവരിത് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. അവർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ഈ തീരദേശം മാറുകയാണ്. നമ്മുടെ തീരദേശത്തൊക്കെ വലിയ സംഭവങ്ങൾ. ഇവിടുന്ന് നിൽക്കുന്നതല്ല, ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ല തീരദേശം. അല്ല, പക്ഷേ എങ്കിലും കേരള പോലീസിന് അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രശ്നം. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു സ്ഥലമാണ് ഭീമാപ്പള്ളി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഭീമാപ്പള്ളിയിൽ കേരള പോലീസ് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഞാൻ ഈ ഭീമാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണ്, ഒരു കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ പോലും ഒരു ഉദ്യോഗസ്ഥന് അതിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം. തേനീച്ച കൂടെ ഇളകുന്നത് പോലെ അവർ ഇളകും. ഒരുപാട് കാര്യങ്ങളുണ്ടായി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ വന്നപ്പോ കളക്ടറോട് പറഞ്ഞു, യൂണിഫോം ഇട്ടോമാർ ഇവിടെ കയറിയിട്ടില്ല. അപ്പോഴാ യൂണിഫോം ഇല്ലാത്ത നീ. കമന്റ് അങ്ങനെയാണ്, യൂണിഫോം ഇട്ടോമാര് വന്നിട്ട് ഇവിടെ കയറിയിട്ടില്ല, അപ്പോഴാണ് നീ യൂണിഫോം ഇല്ലാത്ത നീ വന്ന് കയറാൻ വന്നേക്കുന്നതാണ് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇപ്പൊ ഭീമാപ്പള്ളി കേരള പോലീസ് നടക്കില്ല മനുഷ്യ, നടക്കില്ല. ഉറൂസ് നടക്കുമ്പോൾ നമുക്കറിയാലോ, പോലീസ് വളരെ സൗമ്യമായിട്ടാണ്. അതെ, സൗമ്യമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ കമ്പാരിറ്റീവ്ലി ഭീമാപ്പള്ളിയില് ക്രമസമാധാനം അത് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പഴയ ഇഷ്യൂസ് അവിടെ ഇല്ല. പഴയ ഇഷ്യൂസ് ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും പോലീസിന് ഇപ്പോൾ അവിടെ തൊടാൻ പറ്റില്ല.
ഇവിടെ ഭയങ്കര മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീരദേശം ഇവിടുന്ന് അങ്ങേ അറ്റത്തോട്ട് പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഞാൻ റിപ്പോർട്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇതങ്ങ് തൃശ്ശൂർ ഏരിയയിലോട്ടൊക്കെ അടുക്കുമ്പോഴും അതിനേക്കാൾ ഇന്റൻസിറ്റി തിരുവനന്തപുരത്ത് വളരെയാണ്. ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു തേനീച്ചക്കൂട് ഇളകുന്ന പോലെ ആളുകൾ ഇളകുക, വടിയെടുക്കുക. പോലീസൊന്നും അവർക്കില്ല. ഇതെങ്ങനെ ശരിയാകും ഒന്ന് ആലോചിച്ച് പോകും. ഏത് ലെവലിലേക്കാണ് ഇത് പോകുന്നത്? ഇവിടുത്തെ നിയമവാഴ്ചയാണ് വെല്ലുവിളിക്കുന്നത്. രാഷ്ട്രീയക്കാർ നിൽക്കാനുള്ള കാരണം ഇനി വരുന്ന നിയമസഭ ഇപ്പൊ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് മനുഷ്യൻ. ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഈ പക അത് ഏത് കാലത്ത് ഇവർ ഓർത്തു വെക്കും. ഇവർ ഇന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തൊട്ടത്, അതെ, പോലീസ് തൊട്ടത്, ഈ വിഷയം ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ഇവർ ഓർത്തു വെച്ച് പ്രതികരിക്കും. ഓർത്തു വെക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവർ ഓർത്തു വെച്ച് തിരിച്ചു കൈകാര്യം ചെയ്യും. പോലീസിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്റ്റാൻഡ് കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പോലീസിന്റെ നിലവിലത്തെ സ്റ്റാൻഡ് അനങ്ങുന്നില്ല. പോലീസ് അനങ്ങുന്നില്ല. പോലീസ് അത്രേ ഉള്ളൂ. ഇനി പോലീസ് ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഈ പരിപാടിയായിട്ട് പോവില്ല. ഞാൻ തനിഷിനോട് വേറൊരു സംഭവം പറയാം. ഈ സ്ഥലത്ത് ഒരു സ്ത്രീ പണ്ട് കുറച്ച് വർഷങ്ങൾ, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനം, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവുമായി വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് വന്നു, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നു. ഈ സ്ത്രീയെ അവരുടെ ഭർത്താവിനെ കെട്ടിയിട്ട് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി. ഇവിടുത്തെ ഈ സ്ഥലത്തിന് അടുത്ത് ഈ സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി റേപ്പ് ചെയ്തു. ഭയങ്കര സംഭവം ഒന്ന് ആലോചിച്ച് നോക്കണം. ഭർത്താവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു, തൊട്ടടുത്തിട്ട് ഈ സ്ത്രീയെ ഇവർ റേപ്പ് ചെയ്തു. വലിയ സംഭവമാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യാതെ പോയി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. ആ സ്ത്രീയുമായി സംസാരിച്ചു. എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഒരു പോലീസ് മുറ പക്ഷെ നമ്മുടെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ആ രീതിയിൽ ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ ചോദ്യങ്ങൾ ഇരിക്കുന്ന ആളുകളോട് ആയിരിക്കില്ല. ഞാൻ ഭരണ സംവിധാനത്തോടെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതിൽ ഞാൻ വിമർശനവും കേൾക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ചർച്ച അവസാനം. എന്തായാലും കിട്ടിയവർക്ക് കിട്ടട്ടെ, പോയവർക്ക് പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.